വാ വാ, ഞാൻ ചുക്ക് കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിന്റെ കെട്ടിയോനെ വളർത്താൻ തൊണ്ട പറ്റിച്ചതല്ലേ? എന്നിട്ട് എന്തായാലും വല്ല അനക്കവും ഉണ്ടോ? ഈ എവിടെ ചെറുതായിട്ടൊന്ന് ചാഞ്ചാടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അങ്ങോട്ട് ഇളകുന്നില്ലെന്നേ. ആ, അങ്ങനെ 2 വട്ടം തേക്കുമ്പോ ഓർത്തില്ലല്ലോ. ഇതുപോലെ നീ തേന് അടക്കേണ്ടി വരുമെന്ന്. പാറു, ഡോണ്ടു, നീ ഒരു ഐഡിയ പറയടി. ആലോചിച്ചോ നീ? എന്തൊക്കെ ചെയ്തിട്ടും ഒരിളക്കവും ഇല്ലെങ്കിൽ ഇനി അറ്റ കൈ കാല് പിടിച്ച് കരയൽ. കാല് പിടിക്കാനോ? ഞാനോ? എന്നാ വേണ്ട, നീ സച്ചേട്ടനെ അങ്ങ് മറന്നുകളാം. അയ്യോ, അത് മാത്രം പറയരുത്. അങ്ങനെ തിരിച്ചു വിട്ടാൻ കാലല്ല, നീ പറഞ്ഞ എന്ത് വേണേലും ഞാൻ പിടിക്കാം. അയ്യോ, മോളിപ്പോ തൽക്കാലം വേറെ ഒന്നും പിടിക്കാൻ പോകണ്ട. ആ, കാലെങ്കിൽ കാല്. കുറച്ച് സ്നേഹം കിട്ടാൻ എന്തൊക്കെ ചെയ്യണം എന്റെ നീലേ. ഇതെന്ത് സച്ചുവല്ലേ? ഇങ്ങനെ മുറ്റത്ത് എന്ത് പണിയാ ചെയ്യണേ? ഉറുമ്പിന്റെ എണ്ണ എടുക്കുന്നു. എന്താ ഗ്ലാമറാ. എന്റെയാ, എന്റെ, ആർക്കും കൊടുക്കൂല ഞാൻ. എന്താടി? ഐ ലവ് യു. മുത്തുകാവ്. എന്തോന്ന്? നീക്ക് മുത്തുകാവ്. മര്യാദക്ക് പൊക്കോ, കല്ലെടുത്ത് എറിഞ്ഞ. ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ. നീയിൽ പാതി പകുത്തു തരും, മനസ്സിൽ പാതി പകുത്തു തരും മാൻകിടാവേ. നീ എനിക്ക് കിടന്നുറങ്ങണം. ആ ലെവലാതി നീ ഉറങ്ങണ്ട. ഇതെന്റെ ജീവിത പ്രശ്ന. അതെ, ഞാൻ സഹായിക്കണോ? ഓ വേണ്ടായി, ചെയ്തിടത്തോളം മതി. അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും, നമ്മുടെ ആശ തീരും. നമ്മളെ അല്ല, നിന്റെ. എനിക്ക് അത്രക്ക് വലിയ ആശ ഒന്നും ഇല്ല. ഇല്ലേ? നിങ്ങൾക്കില്ലേ? ഇന്നേക്ക് ദുർഗാഷ്ടമി. ഞാനൊരു സെക്സി ഡ്രസ്സിൽ നിങ്ങളുടെ മുൻപിൽ വന്ന് നിന്നാൽ തീരാനുള്ളതേ ഉള്ളൂ നിങ്ങളുടെ ഈ കോൺഫിഡന്റ്. വെറും വ്യാമോഹം മാത്രം. അത് പഴയ സച്ചിൻ. ഇപ്പൊ നിന്റെ മുമ്പിൽ നിൽക്കുന്നത് അടിമുടി മാറിയ സച്ചിൻ. മനസ്സിലായോ? കുട്ടി, അതെ കുട്ടി. എന്നെയാണോ? അതെ. എടോ, ഇവന് തന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എന്നോടോ? എന്താ? അത് പിന്നെ ഞാൻ തന്നെ ബസ് സ്റ്റോപ്പിൽ വെച്ച് ഡെയിലി കാണാറുണ്ട്. ഞാൻ കുറെ നാളായിട്ട് പറയണമെന്ന് വെച്ചിരിക്കുവായിരുന്നു. എനിക്ക് തന്നോട്, കുട്ടിയോട്. കുട്ടിയോ? ഇവളോ? അത് ചെറുക്ക, നിനക്ക് തെറ്റിയതാ. ഇവളെ കുട്ടിയല്ല, തള്ളയാ, മുതുക്കി തള്ളാം. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അനാവശ്യോ? എന്താനാവശ്യം? ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാ പറഞ്ഞേ. കുട്ടിയടി നടക്കുക. ഒറിജിനൽ രൂപം കണ്ട നിങ്ങളെ ഞെട്ടിപ്പോകും. ഭദ്രകാളിയാ, ഭദ്രകാളി. തമാശ പറയില്ലേ ചേട്ടാ, കണ്ടാലേ അറിയാം. ഇത് 23, അതിൽ കൂടുതൽ പറയില്ല. അത് തിരിച്ചിട്ടാ കറക്റ്റ് ആവും. ഹലോ മിസ്റ്റർ, ഇവർ എന്നെ കാണാൻ വന്നതാ. അവിടെ തനിക്ക് എന്താ കാര്യം? ഒന്നങ്ങോട്ട് മാറി നിൽക്കൂ. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഞാൻ എന്റെ മതിലിനുള്ളിൽ തന്നെയാ നിൽക്കുന്നത്. ഞാൻ എവിടെയും നിൽക്കും. ഞാൻ നിൽക്കും. ചിലപ്പോ ഇവിടെ നിൽക്കും, ചിലപ്പോ ഈ മതിലിന് മുകളിൽ കയറി നിൽക്കും. ഇത് നല്ല പാട്. ഒന്ന് മിണ്ടാൻ വിടോ? എന്റെ ഫാൻസ് വെയിറ്റ് ചെയ്യുന്നുണ്ടില്ലേ? അതെ കുട്ടി, എനിക്കറിയില്ല എന്താണ് എന്നെ അട്രാക്ട് ചെയ്തതെന്ന്.
ചിലപ്പോ ഈ കണ്ണുകളായിരിക്കാം. ഈ കണ്ണോ നത്തോലിയുടെ കണ്ണുകളുണ്ട്. ചിലപ്പോ ഈ ചിരിയായിരിക്കാം. ആ ബെസ്റ്റ് പശുവിന്റെ ചിരിയാണ്. അതാണോ നിന്നെ അട്രാക്ട് ചെയ്തേ? വേണ്ടതിനെ പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞ നീ എന്ത് ചെയ്യൂടി? ചേട്ടാ ചേട്ടന്റെ കാര്യം നോക്ക്. അപ്പുറത്തെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തിനാ വെറുതെ എത്തി നോക്കുന്നത്? അതൊക്കെ നീയൊക്കെ എന്തിനാ അന്വേഷിക്കണേ? ഇതുപോലെ നട്ടാമളക്കാത്ത നുണകൾ വിളിച്ചു പറയുമ്പോ കേട്ടോണ്ട് നിൽക്കണോ? ചേട്ടാ പ്ലീസ്, ഞാനൊന്ന്. പിന്നെ കുട്ടിയുടെ മുടി പനങ്കുല പോലെയല്ലേ? ഇതുപോലെ ഒരു മുടി എന്റെ ജന്മത്തിൽ ഞാൻ കണ്ടിട്ടില്ല. നീ എന്താണ് കണ്ണുപൊട്ടനാ? കയർ വിരിച്ചിട്ട പോലുള്ള ഈ മുടി നിനക്ക് എങ്ങനെയാടാ പനങ്കുലായിട്ട് തോന്നി? ഓ, ഇയാളെ കൊണ്ട് ഒരുപാടായി. തനിക്ക് വേണ്ടെങ്കിൽ വേണ്ട, വേണ്ടവരെ കൊണ്ടെങ്കിലും മിണ്ടാൻ അനുവദിക്കും. പിന്നെ കുട്ടിയുടെ ഈ ചുണ്ട്. പോടാ, സ്ഥലം വിട്. എന്റെ പൊന്നു ചേട്ടാ, ഇത്രക്ക് കിടന്ന് ചാടാൻ ചേട്ടന്റെ ആരെങ്കിലും ആണോ ഈ കുട്ടി? ചുമ്മാതെ. അതേടാ, എന്റെ ആരെങ്കിലും അല്ല, എന്റെ ഭാര്യയാ. എന്താ? അത് കൊള്ളാലോ. ഇപ്പൊ വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയുന്നത് ചേട്ടനാണല്ലോ. നിനക്ക് അങ്ങനെ പലതും തോന്നും. കല്യാണം കഴിഞ്ഞ പെണ്ണിന്റെ അടുത്ത് കിടന്ന് ചിലക്കാതെ ഇറങ്ങി പോടാ പട്ടി. അങ്ങനെ പോകാൻ ഇപ്പൊ സൗകര്യമില്ല. ഈ കുട്ടിക്ക് ഇഷ്ടമാണെങ്കിൽ ഇപ്പൊ ഇവിടെ വെച്ച് കല്യാണം നടത്താൻ വരെ ഞാൻ റെഡിയാണ്. എന്താടി ഇവിടെ ഇത്ര ഒച്ചപ്പാട്? അയ്യോ, സച്ചേട്ടൻ എന്താ ഇവിടെ? ഇതൊക്കെ ആരാ? എല്ലാം പറയാം, ഇപ്പൊ അതിനുള്ള ടൈം അല്ല. എന്റെ നീലി, ഈ പൊട്ടന്മാർക്ക് നല്ലോണം പറയാൻ തോന്നണേ. എന്റെ സച്ചുവിന്റെ ജലസി പൊട്ടി ഒരു അഗ്നിപർവ്വതമായി. അവസാനം എന്നെ വന്ന് കിസ് ചെയ്യുന്ന പോലെ അങ്ങ് കിസ് ചെയ്തേക്കണേ. നീലി കേട്ടോ? ഹലോ, നീ കെട്ടടാ, എനിക്കൊന്ന് കാണണം നീ കെട്ടുന്നേ. തനിക്ക് ഇത്രക്ക് കിടക്കാൻ തന്നെ പെണ്ണും പിള്ളേന്നും അല്ലല്ലോ ഞാൻ കയറി പ്രപ്പോസ് ചെയ്തേ. നിന്നോട് ഞാൻ ഒരു വട്ടം പറഞ്ഞതാ അവൾ എന്റെ ഭാര്യയാണെന്ന്. അത് ചേട്ടൻ മാത്രം പറഞ്ഞാൽ മതിയോ? ഈ കുട്ടി കൂടെ എഗ്രി ചെയ്യണ്ടേ? അതുമല്ല, ഈ കുട്ടിക്ക് എന്നെ പോലെ കുറച്ച് ചെറുപ്പമായ ഒരു പയ്യനാണ് ചെയ്തത്, അല്ലാതെ ചേട്ടനെ പോലെ മുതുക്കനല്ല. കോപ്പെ കുറെ നേരമായി നീ കിടന്ന് ചിലക്കുന്നു. എന്റെ ബോഡിയെ പറ്റി പറഞ്ഞാലുണ്ടല്ലോ, ഊതിയ പറക്കോലോടെ നീ കല്യാണം കഴിച്ചിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു? നിനക്ക് അതിനുള്ള ആവതുണ്ടോടാ ആ ലവലാതി? മര്യാദക്ക് സംസാരിക്കണം. സംസാരിച്ചില്ല നീ എന്ത് ചെയ്യൂടാ? എടി അനു, ചെന്ന് പിടിച്ചു മാറ്റി, അല്ലെ ഏതേലും ഒരെണ്ണം തീരും. ടൈം ആയിട്ടില്ല, ഐ ആം വെയിറ്റിംഗ്. ഓ, ഇത് ഇങ്ങനൊരു കോപ്പത്തി. സച്ചേട്ടനെ കണ്ടിട്ട് പേടിയാവുന്നു. ഫേസ് ഒക്കെ ചുവന്നു. എനിക്ക് പേടിയൊന്നുമില്ല. അങ്ങേരുടെ ഇതിന്റെ അപ്പുറത്തുള്ള രൂപം വരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന് പോടോ, താൻ അധികം ഷോ ഇറക്കാതെ. ഞാൻ ഇവിടെ കെട്ടുകയും ചെയ്യും, കൂടെ പൊറപ്പിക്കുകയും ചെയ്യും. വായ തുറന്നോ വേണ്ടാതിനെ വിളിച്ചു പറഞ്ഞ അപ്പല്ല ചിലപ്പോ കൊല്ലും, മനസ്സിലായോ? തനിക്ക് എന്താണോ? ഞാൻ എന്റെ ഒരു ഇഷ്ടം പറയാൻ വന്നു, ആ കുട്ടിക്കും കുഴപ്പമില്ല. താൻ എന്തിനാണോ നിന്റെ ഇടയിൽ കയറി ഇത്രയും പ്രോബ്ലം ഉണ്ടാക്കുന്നേ? അവൾക്ക് കുഴപ്പമില്ലെന്നോ? ഡീ, നിനക്ക് കുഴപ്പമില്ലേ? നിനക്ക് ഇവനെ കെട്ടണോ? പറ. അതെ, എനിക്ക് കുഴപ്പമില്ല. അയ്യേ, ഞാൻ എന്തൊക്കെ കാണണേ. കേട്ടോ വീട്ടോ, പട്ടാപ്പ പോലൊരു പെങ്കൊച്ചിലേക്ക് ഒരു കിസ് ചെയ്യുന്നു. ചക്ക, നിനക്ക് ഇന്ന് തന്നെ ചത്ത് നരകത്തിൽ പോകണ്ടെങ്കിൽ വേഗം സ്ഥലം കിട്ടും. അവളെ കിസ് ചെയ്യുന്ന ആളെ അവളുടെ ഫുൾ ടൈം ഓണറാ. ഫുൾ ടൈം ഓണറോ? അവളുടെ കെട്ടിയവനാണെന്ന് മനസ്സിലായോ? അയ്യോ ചേച്ചി, ഞാൻ പോവാണേ. എന്നെ ഒന്നും ചെയ്യില്ലെന്ന് പറയണേ. ചേച്ചിയോ? ആരാണ് നിന്റെ ചേച്ചി? ആ ലെവലാതി പൊട്ടിക്കളഞ്ഞു. അല്ലെങ്കിൽ അവന്റെ തലക്കെട്ടൊന്നും കൊടുത്തായിരുന്നു.
ഇത് ഇതുവരെ തീർന്നില്ലേ? ഹലോ, നോം എന്തായി കാണണേ? ഓ ഷിറ്റ്, സോറി സോറി സോറി. സച്ചി നീ എന്താ ചെയ്തേ? അയ്യോ, നോം എന്തായി കാണണേ? അനുഭദ്രകളിയുടെ മുഖത്ത് നാണമോ? ഒന്ന് പോടി പാറുവേ. എന്തായാലും ഒന്നുറപ്പാ, ഞങ്ങളുടെയൊക്കെ മുന്നിൽ വെച്ച് നിന്നെ ഇങ്ങനെ ഇന്നവൻ കേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെക്കന്റെ ഉള്ളിലെ കല്ലിളകി തുടങ്ങി. ഇളകി തുടങ്ങിയെന്നല്ല, ഇളകി. അങ്ങേർക്ക് നിന്നെ ജീവനടി. പിന്നെ ഇട്ടിട്ട് പോയതിന്റെ ദേഷ്യം കാണാതിരിക്കോ? അതാ ഈ കാട്ടിക്കൂട്ടിയതൊക്കെ. ഇനി എന്റെ ഐഡിയ ഇറക്കിയ നിങ്ങൾ സെറ്റ്. കാലേക്കുടി അല്ലേ? ഐ മീൻ ഇവിടെ ഇരിക്കുമായിരുന്നു. ഇന്നലെ വാടോ അനിക, ഞാൻ തന്നെ കാണാനിരിക്കുമായിരുന്നു. ഇന്നലെ വൈകിട്ട് എന്തായിരുന്നു അവിടെ ഒരു ബഹളം? ഓ അതോ, സച്ചൊന്നും പറഞ്ഞില്ലേ? എവിടെ? അവനോട് ചോദിച്ചിട്ട് എന്തെങ്കിലും പറയണ്ടേ? എന്താ ഞാൻ പറയാം? വേണ്ട, പറയാൻ വേണ്ടി അതിന് മാത്രമൊന്നും ഇല്ല ഐഷു. ഉണ്ട്, പറയാൻ ഒരു മത്തങ്ങയുടെ അത്ര വലിപ്പമുള്ള ഒരു കാര്യമുണ്ട്. ആഹാ, എന്നാ ഇന്നാ മത്തങ്ങ പൊട്ടിച്ചിട്ട് തന്നെ കാര്യം. നീ എവിടെ പോണു? ഞാൻ അവിടെ. നിങ്ങളിപ്പോ അങ്ങനെ പോവണ്ട, അവിടെ നിൽക്കൂ. എന്താ ഇവിടെ ഒരു ലഹള? എന്റെ സായിയേട്ടാ, ഒന്നും പറയണ്ട. അനികയ്ക്ക് എന്തോ വലിയൊരു കാര്യം പറയാനുണ്ട്. സച്ചിയാണെ അതൊട്ടും പറയിപ്പിക്കുന്നില്ല. സച്ചി, അവൾ പറയട്ടെ, നീ ഒന്ന് അടങ്ങ്. എന്റെ പൊന്നു സായി, ഇവൾക്ക് വട്ട. ഇവള് പറയുന്ന പിച്ചും പേയും കേൾക്കാൻ നിങ്ങളും ബെസ്റ്റ്. ആയിക്കോട്ടെ, നീ എന്തിനാ അതിന് ഇത്ര പേടിക്കുന്നേ? പേടിയോ? എനിക്കോ? പേടിയല്ല സായിയേട്ടാ, ചമ്മല, നല്ല അസൽ ചമ്മൽ. ചമ്മലോ? സച്ചിയിൽ കാണാത്ത ചില ഭാവങ്ങളുടെ പേരാണ് നീ പറയുന്നത്, ഓർമ്മ വേണം. എന്നാ അടുത്ത് തന്നെ ആ ഭാവം നിങ്ങൾക്ക് എല്ലാം കാണാൻ കഴിയും. ഓ, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു നിൽക്കാതെ കാര്യം പറ. അതെ, ഇന്നലെ എന്നെ കാണാൻ രണ്ട് ചെറുക്കന്മാർ വന്നായിരുന്നു. അതിലൊരുത്തൻ എന്നെ ഇഷ്ടമാണെന്ന് പറയാനാ വന്നേ. ആഹാ, ഇപ്പൊ പിടികിട്ടി. ഓഹോ, അപ്പൊ ഇതാണ് ആ മത്തങ്ങ പോലെയുള്ള കാര്യം. അടിപൊളി. അല്ല, അത് വേ, ഇത് റേ. ഇന്നലെ ഇങ്ങനെ മുറ്റത്തിറങ്ങി നിന്നത് കണ്ടായിരുന്നു. കുറച്ചു നേരം മഴ കാണട്ടെ എന്ന് പറഞ്ഞ പോയെ. എന്നാ ഇങ്ങനെ മഴ കാണുമല്ലായിരുന്നു. മിണ്ടരുത്, ഇങ്ങോട്ട് വാ. സായിട്ടെന്നെ രക്ഷിക്കേ. വിടടാ, അവൾ പറയട്ടെ. നീ പറ മോളെ. ഇങ്ങനെ മഴ കാണുമല്ലായിരുന്നു. ഇങ്ങനെ എനിക്ക് കിസ് ചെയ്യാറുന്നു. അവിടെ കള്ള തിരുമാലി സായി, ഇവൾ വെറുതെ. ഞാൻ അങ്ങനെ ഒന്നും. അതേ സായിട്ട, അതെ. 6 സാക്ഷിയാ. എത്ര നേരമായിരുന്നു. കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞ ഭാവം. ആഹാ, ദേ ഐഷു, ദേ ആ ഭാവം. സായി, നീയും വെറുതെ ഇവരുടെ കൂടെ നിന്ന് ഓരോന്ന് പറയല്ലേ. ഞാനൊന്നും പറയുന്നില്ല. എന്നാലും എന്തു ഭാവമാടാ ഇത്. എന്റെ അനിക മോളെ, നിന്നെ കൊണ്ടേ ഇവനെ ഇങ്ങനെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. ദേ, അങ്ങ് തന്നേക്കുക. എടുത്തോണ്ട് പോക്കോ. എടുക്കാൻ തന്നെ പോണേ. ഇങ്ങോട്ട് വാ എടുക്കാൻ. ഞാൻ നിന്ന് തരുമല്ലേ, ഒന്ന് പോടി. എങ്ങോട്ടേ ഓടുന്നേ? ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഓടി എത്തിയില്ലേ ആ റൂമിൽ കയറി വിളിക്കും, പിന്നെ കിട്ടൂല.
ഇവിടെ ഇരിക്കുമായിരുന്നു. നീ എന്തിനാ എന്റെ റൂമിൽ വന്നേ? അനുവാദം ഇല്ലാതെ ആരും എന്റെ റൂമിൽ വരുന്ന എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞൂടെ? ഓ പിന്നെ അനുവാദം ചോദിച്ചു വരാൻ താൻ എന്താ സിനിമ നടനം? ആ അങ്ങനെ ആണെന്ന് തന്നെ വെച്ചോ. അപ്പൊ ഞാൻ തന്നെ ആരുമല്ലേ? അല്ല, ആരുമല്ല. ഓഹോ, അപ്പൊ ഇന്നലെ ആ ചെറുക്കനോട് കിടന്ന് വാദിക്കുന്നുണ്ടായിരുന്നത് ഇവളെന്റെ നദിയാന്ന്. അതൊക്കെ വെറുതെ നീ എന്തിനാ ആ ചെറുക്കന്റെ കൂടെ ജീവിതം തുലക്കുന്നതെന്ന് വെച്ചിട്ടാ. എടാ കാലാ, മര്യാദക്ക് സംസാരിക്കണം. സൗകര്യമില്ലടി. നാണമില്ലല്ലോ ഇന്നലെ എന്നെ പിടിച്ച് കിസ് ചെയ്തിട്ട് ഇന്ന് ഇങ്ങനെയൊക്കെ ഡയലോഗ് അടിക്കാൻ. ഞാൻ എനിക്ക് തോന്നുമ്പോഴൊക്കെ കിസ് ചെയ്യും. അത് ചോദിക്കാൻ നീ ആരാടി? എനിക്ക് തോന്നുമ്പോഴൊക്കെ ഒന്ന് കിസ് ചെയ്തിട്ട് പോവാൻ. ഞാൻ എന്താ അമ്പലപ്പറമ്പിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന പോലെ പാവയാ? എന്നോട് ചോദിച്ച് പറയണം. എനിക്കൊന്നും പറയാനില്ലെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞതല്ലേ. മര്യാദക്ക് പറഞ്ഞു, അല്ലേ ഞാനിപ്പോ ഇവിടെ കിടന്ന് വിളിച്ചു പോവും എന്നെ കയറി പിടിച്ചെന്ന്. ആ നീ വിളിച്ചു കൂവടി, ഒന്നും സംഭവിക്കില്ല. കാര്യം അവർക്കറിയാലോ നീ എന്റെ വൈഫാണെന്ന്. എന്താ പറഞ്ഞു? വിളിച്ചു കൂവിക്കോളാൻ. അല്ല, അത് കഴിഞ്ഞു പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല, നിങ്ങൾ പറഞ്ഞു. ഒന്ന് പോടി വട്ടത്തി. സച്ചു സച്ചു എന്താ? സച്ചു, ഒരുപാടായി. ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുക, നിനക്ക് നിന്റെ ലൈഫിലോട്ട് എന്നെ ഇനി വേണ്ടേ? സച്ചു